നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ മത്സരം കടുക്കും. കരുത്തരയിറക്കി കളം പിടിക്കാനാണ് മൂന്ന് മുന്നണികളും ശ്രമിക്കുന്നത്. കോൺഗ്രസിന് കെ ബാബു ഒഴികെ മറ്റൊരാലോചനയില്ലെങ്കിലും അദ്ദേഹം ഇക്കുറി മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ്. അതോടെ മറ്റു പേരുകൾ പാർട്ടിയിൽ സജീവമായി. 2011 മണ്ഡല പുനർനിർണയത്തോടെ LDF അനുകൂല മണ്ഡലമായി മാറിയ തൃപ്പൂണിത്തറയിൽ സിറ്റിംഗ് MLA ആയ കെ ബാബുവിന്റെ ജനകീയതയാണ് പിന്നീട് 2 തവണകളിലും UDFന് അനുകൂലമായത്. LDFിൽ മുൻ MLAയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജ്, മുൻ മേയറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ M അനിൽകുമാറിന്റെ പേരുമാണ് സജീവമായിട്ടുള്ളത്. BJP മധ്യ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കുന്ന തൃപ്പൂണിത്തറയിൽ പൊതു സ്വതന്ത്രനെയാണ് തേടുന്നത്. മദ്യലഹരിയിൽ മൊബൈൽ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ്. നെട്ടേത്തറ സ്വദേശി പൊടിമോനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ചടയമംഗലം സൊസൈറ്റി മുക്ക് പെട്രോൾ പമ്പിന് സമീപത്തെ മൊബൈൽ ടവറിന് മുകളിൽ കയറിയായിരുന്നു ഇയാളുടെ പരാക്രമം. ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ചടയമംഗലം പോലീസും കടയ്ക്കൽ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് യുവാവിനെ അനുനയിപ്പിച്ച് താഴേക്കിറക്കുകയായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് അബദ്ധത്തിൽ സ്ഫോടക വസ്തുവിൽ ചവിട്ടിയ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കുട്ടികൾ നടന്നു പോകുമ്പോഴാണ് സംഭവം. 11-കാരൻ ശ്രീഹർഷനാണ് കാലിന് പരിക്കേറ്റത്. ഒറ്റപ്പാലം വരോട് വീട്ടാമ്പറമ്പിലാണ് സംഭവം. പൊട്ടിയത് പന്നിപ്പടക്കമാണെന്നാണ് ഒറ്റപ്പാലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ശ്രീഹർഷനെ ആദ്യം ഒറ്റപ്പാലത്തെ ആശുപത്രിയിലാണ് എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് കക്കാടംപൊയിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട അപകടം. നിരവധി പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കക്കാടംപൊയിൽ നിന്നും കൂടരഞ്ഞി ഭാഗത്തേക്ക് പോകുന്നതിനിടെ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പരാതിയിലെ അതിജീവതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ പരാതി നൽകി. തനിക്കെതിരെ ഉള്ളത് വ്യാജ പരാതിയാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അതിജീവതയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലായിരുന്നു വീഡിയോ ചെയ്തതെന്നും രാഹുൽ ഈശ്വർ പരാതിയിൽ പറയുന്നു. നടപടി സ്വീകരിക്കണമെന്നും തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. വീഡിയോ ചെയ്യരുതെന്ന് ജാമ്യോപാധിയിലില്ലെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു.